ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തേതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പപ്പട ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം ഞാനൊരു 4 പപ്പടം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വെളിച്ചെണ്ണയിലൊന്ന് പപ്പടം ഒന്ന് പൊള്ളിച്ചിട്ട് എടുക്കണം. അപ്പം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നമുക്ക് ആ ചമ്മന്തിക്കൊരു ടേസ്റ്റ് കിട്ടുക. അപ്പം നിങ്ങൾ മാക്സിമം വെളിച്ചെണ്ണയിൽ തന്നെ കേട്ടോ ഒന്ന് പപ്പടം ഒന്ന് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊള്ളിച്ചെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ചെറുതായിട്ട് കട്ട് ചെയ്തതിൻ്റെ കാര്യം എന്താണെന്ന് കൂടി പറഞ്ഞേക്കാം. നമ്മളിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എണ്ണ കുറച്ച് മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. എന്തായാലും നമുക്ക് ഈ പപ്പടം പൊടിക്കണം. അപ്പോൾ പിന്നെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാമല്ലോ. അപ്പോൾ ഇനി നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. പിന്നെ ഒരു ലേശം വാളംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അമ്മിക്കല്ലിൽ അരയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം നമുക്ക് അമ്മിക്കല്ല് പാലും അങ്ങനെ ഉപയോഗിക്കാറില്ലല്ലോ. അപ്പം മിക്സിയിൽ തന്നെ അരച്ചെടുക്കാം. അപ്പം തേങ്ങയും കൂടി ചിരകി തേങ്ങ ഇട്ട് കൊടുത്തു. പിന്നെ ചമ്മന്തിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് എരിവിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് വറ്റൽമുളക് എണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം വറ്റൽമുളക് എൻ്റെ കയ്യിൽ തൽക്കാലം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ മുളക് പൊടി ഇടുന്നത്. മുളക് പൊടി ഇട്ടാലും ടേസ്റ്റ് ഉണ്ട്, എന്നാലും കൂടുതൽ ടേസ്റ്റ് വറ്റൽമുളകിനായിരിക്കും. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് അതൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ പൊള്ളിച്ച് വെച്ചിരിക്കുന്ന പപ്പടം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. പക്ഷേ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.